അസ്സലാമു അലൈക്കും. എനിക്കിന്നൊരു ഉന്നക്കായിൻ്റെ ഒരു ഓർഡർ ഉണ്ടായിന്. അപ്പോൾ അതിൻ്റെ പഴമെല്ലാം വാങ്ങിയിട്ട് വരാം നമുക്ക്. പഴമെല്ലാം വാങ്ങിയിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലത്തെ പഴമാവണം. ഇതിനേക്കാളും പൗത്ത മോശമില്ല, ഇതിനേക്കാൾ പച്ചയായി പോണ്ട. എന്നിട്ട് ഇതിനെല്ലാം നമ്മൾ കട്ടാക്കിയിട്ട് സ്റ്റീമറിലിട്ടിട്ട് ഇതിനെ വേവിച്ചെടുക്കാം. ഞാൻ ഇടയിലുള്ള സ്റ്റീമറിലിട്ടിട്ട് വേവിച്ചിട്ടുണ്ട്. ഇപ്പോൾ വെന്തിട്ടുണ്ട്. വെന്തിനാ നോക്കാൻ ഒരു പഴത്തിന് ഇങ്ങനെ മുറിച്ച് നോക്കണം. മുറിച്ചിട്ടാകുമ്പോൾ അതിൻ്റെ ഉള്ളിൽ പച്ച പച്ച പോലെ തന്നെ ഉണ്ടെങ്കിൽ അത് വെന്തിട്ടുണ്ടാവില്ല. ഇപ്പോൾ നല്ല വെന്തിട്ടുണ്ട്. പച്ച പച്ച ഒന്നുമില്ല. ഇതെല്ലാം നമ്മൾ തൊലി കളഞ്ഞിട്ട് ഒരു പാത്രത്തിലിട്ടിട്ട് അരച്ചിട്ടെടുക്കാം. ഇങ്ങനെ പാത്രത്തിലിട്ടിട്ട് നമ്മൾ എന്താക്കണം അറിയോ, ഇങ്ങനെ എഗ് ബീറ്ററിലിട്ടിട്ട് അരച്ചെടുക്കണം. മിക്സിയോ ഗ്രൈൻഡറോ പൊട്ടറ്റോ മാഷറോ ഒന്നും വേണ്ട. ഇങ്ങനെ അരച്ചെടുക്കുമ്പോൾ ഇപ്പോൾ നല്ല ഈസിയിലാണ്. എത്ര പെട്ടെന്ന് അരച്ചെടുക്കാമെന്ന് അറിയോ. പിന്നെ 1 കിലോ പഴം ഉണ്ടെങ്കിൽ 2 പ്രാവശ്യം അരച്ചിട്ടാൽ നമുക്ക് പെട്ടെന്നാണ്. ഇതെല്ലാം ഇപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട് ഞാൻ. ചൂട് തന്നെ അരച്ചെന്ത് മസമില്ല, ചൂട് തന്നെ അരക്കാം നമുക്ക്. ചൂട് തന്നെ അരച്ചെടുത്ത് ഇപ്പോൾ ഞാൻ. അപ്പോൾ നോക്കിയാൽ നല്ല പത്തലിൻ്റെ പുട്ട് പോലെ ആയിട്ടുണ്ട്. എന്ത് പറ്റുന്നൊന്നുമില്ല. ഞാനിപ്പോൾ 2 ബാച്ചായിട്ട് എല്ലാം അരച്ചിട്ടായി. ഇനി നമ്മൾ മുന്നൊക്കെ അതിൻ്റെ ഷേപ്പാക്കി എടുക്കാം. ഇപ്പോൾ നോക്കിയാൽ നല്ല പുട്ട്. എന്തെങ്കിലും കൂട്ടേണ്ടി വരുന്നില്ല. ബ്രെഡ് ക്രംസാ എന്തും അരിപ്പൊടി കുറയാൾ അരിപ്പൊടിയിൽ കൂട്ടുന്നല്ലോ വെള്ളമാകുമ്പോൾ. ഇതെന്തായിട്ടില്ല, നേരെയുണ്ട്. ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് ബട്ടർ ഇടാം. ബട്ടർ ചൂടായിട്ടാകുമ്പോൾ എന്താക്കണം, അതിലേക്ക് കാഷ്യൂനട്ട് കൊടുക്കണം. ഇപ്പോൾ ബട്ടർ ചൂടായിട്ടുണ്ട്. ഒരു പാത്രത്തിൽ മുട്ടയും പഞ്ചസാരയും ഏലക്കിട്ടിട്ട് മിക്സ് ആക്കിയിട്ട് അതും വെക്കാം. എല്ലാം റെഡി ആക്കിയിട്ട് വെച്ചോളാം. പിന്നാണ് കാഷ്യൂനട്ടിന് ഇതിലിടുന്നുണ്ട്. ബട്ടറാണ് ഏത് വേണമെങ്കിൽ യൂസ് ആക്കാവോ. ഞാൻ ബട്ടർ ഇട്ടത്. എന്നിട്ട് കാഷ്യൂനട്ട് നല്ലപോലെ ഫ്രൈ ആയിട്ട്. കാഷ്യൂനട്ട് ഫ്രൈ ആണെന്നറിയില്ലല്ലോ ഇപ്പോൾ എല്ലാവർക്കും. പിന്നെ ഫ്ലെയിം കുറച്ച് വെച്ചാൽ മതി, കൂട്ടിയിട്ട് വെക്കണ്ട, കയറ്റി വേണ്ട. പക്ഷെ കുറച്ചിട്ട് ഫ്രൈ ആക്കാം. അതിന് എടുത്തതാ മുന്തിരി ഇങ്ങോട്ട് വെക്കാം. കിസ്മിസ് ഇട്ട് ഇത് ഇട്ടിട്ട് നല്ലപോലെ ഫ്രൈ ആക്കാം. നല്ലപോലെ വഴറ്റിയിട്ട് ഫ്രൈ ആക്കും. എന്നിട്ട് മുട്ടൻ്റെ കൂട്ടില്ലേ അത് ഒഴിച്ച് കൊടുക്കണം. മുട്ടൻ്റെ കൂട്ട് വയ്ക്കുന്നതിൻ്റെ വീട് മിസ്സായിപ്പോയിനോ. അതിൻ്റെ അത് വെച്ചിട്ട് നല്ലപോലെ ഫ്രൈ ആക്കണം. ഇപ്പോൾ ഞാൻ ഇത് മുട്ടൻ്റെ കൂട്ടില്ലേ പഞ്ചസാര കലക്കി വെച്ചേ, അതും ഇട്ട് ഒരു നുള്ളു ഉപ്പിട്ടോളണം. മറന്നുണ്ടോ, ഒരു നുള്ളിട്ട മതി ഉപ്പ്, കുറേ ഒന്നും ഇതെല്ലാം മുട്ടൻ്റെ ആ വെള്ളത്തിൻ്റെ അംശം പോകണം. നല്ല പോലെ എന്താക്കണം അറിയോ, ഫ്രൈ ആക്കിയിട്ട് എടുക്കണം. അതങ്ങനെ നല്ല പാങ്ങല ഫ്രൈ ആക്കണം. നല്ല ഇങ്ങനെ ഒരു സ്പൂണോട് ഇങ്ങനെ കുത്തിയിട്ട് ചെറിയ പൊടി പോലെ ആക്കണം. അപ്പോൾ നമുക്ക് മസാല ഇടുമ്പോൾ നല്ലോണം നിറഞ്ഞിട്ട് കിട്ടും അതിൽ ഉന്നക്കായിൽ. ഫ്രീസറിൽ വെക്കുന്നതും കൊണ്ട് നല്ല പാല വെള്ളത്തിൻ്റെ അംശം പോകണമോ. ഇപ്പോൾ മസാലയും റെഡി ആയിട്ടുണ്ട്, ഉന്നക്കായിൻ്റെ പുട്ടും റെഡി ആയിട്ടുണ്ട്. ഒരു കയ്യിൽ എന്താക്കണോ, ഇതുപോലെ നെയ്യാ ബട്ടർ എന്തെങ്കിലും തേച്ചിട്ട് ഉണ്ടാക്കിയെടുത്തിട്ട് മറ്റേ കയ്യിൽ പരത്തിയിട്ട് മസാല ഇട്ടിട്ട് വെക്കണം. അത് പരത്തുന്ന വീഡിയോ കിട്ടിയിട്ടില്ലാവോ. ഇപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ ഫ്രീസാക്കണം. ഫ്രീസാക്കിയിട്ട് വെച്ചെങ്കിൽ നല്ല ഫ്രീസറായെങ്കിൽ ഒരു 3 മാസം വരെ ഫ്രീസറിൽ നിന്ന് വെച്ചെങ്കിൽ എന്തായാലും ഉണ്ടാവില്ല. അതിൻ്റെ മസാല എന്ത് പൊട്ടായിട്ടുണ്ടാവില്ല. ഞാൻ 3 മാസത്തിൽ വെച്ച ദിവസമുണ്ട്. ഇതിപ്പോൾ ഫ്രീസറിൽ വെച്ചിട്ടാണ് വെക്കണം. അത്ര ഒരു 3-4 മണിക്കൂർ ഇങ്ങനെ വെച്ചിട്ട് ഫ്രീസാക്കിയിട്ട് എടുത്തിട്ട് കവറിലിട്ടാൽ മതി. എല്ലാം ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഫ്രീസറിലും വെച്ച് ഫ്രീസറുമായി ഓരോന്നിനും ഫ്രീസായി. ഇനി ഇതിപ്പോൾ കവറിലിട്ടെങ്കിലായി. അപ്പോൾ ഓക്കെ, എല്ലാവരും എന്താക്കണം, ഈ റെസിപ്പി ഒന്ന് ട്രൈ ആക്കി നോക്ക്, കമൻറ്റിൽ അറിയിക്ക്. അപ്പോൾ ഓക്കെ, അസ്സലാമു അലൈക്കും, ബായ്.